കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എല്ലാവരും എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ചിലർ ചോദിക്കുന്നത് ഇങ്ങനെ ഡിമാൻഡ്സൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ചോദിക്കും. കുറേ ജീവിതത്തിൻ്റെ അകത്ത് കുറേ ഡിമാൻഡ്സ്, ഇൻറ്റൻഷൻസ്, നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ. ചിലർ ചോദിക്കുന്നത് മാതാവിൻ്റെ പ്രാർത്ഥനാ രീതിയാണെങ്കിൽ നമ്മളത് ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ, പിന്നെ ആലപ്പുഴ പോയി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നടത്തേണ്ട കാര്യമുണ്ടോ. അതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അങ്ങനെ ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഉടമ്പടിക്ക് എനിക്ക് കിട്ടിയ നോട്ട് ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ്. 2016 ഉടമ്പടിയെക്കുറിച്ച് അമ്മ ആദ്യം ഇത് ജനങ്ങളിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ജനങ്ങളോട് ഈയൊരു അനുഭവത്തെക്കുറിച്ച് പറയണം, ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉടനടി പരിഹാരം എന്ന് പറയുമ്പോൾ ആ വിഷയം സമയത്തെയാണ് ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യണതെന്ന്, അതാണ് സ്പീഡ് ആക്കണത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം ജനങ്ങളെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊരു ബിസിനസ് ടോൺ അതിൻ്റെ അകത്ത് ഉണ്ടാകും എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാനിങ്ങനെ എല്ലാത്തിനെയും റീസണബിളായിട്ടും ലോജിക്കായിട്ടും ആദ്യം കൊണ്ടുവരുന്ന ആളാണ്. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം, ജനങ്ങളിലേക്ക് ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ടെന്നും
പക്ഷേ എന്നോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മനസ്സിൽ തന്ന ആന്തരിക ബോധ്യം, ഉടമ്പടിയിലോട്ട് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ദൈവികമായ ഇടപെടൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം ആ ഒരു ബോധ്യം വന്ന കാരണം ഞാൻ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന് ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ കൃപാസനം പത്രം നോക്കിയാൽ മനസ്സിലാകും ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ. കാര്യം എല്ലാ മാസവും ഒരു 10-20 പേരെങ്കിലും ഇങ്ങനെ മിന്നൽ വേഗത്തിൽ അവിടെ ജീവിത വിഷയങ്ങളിൽ വർഷങ്ങളായിട്ട് ഇടപെടാതിരുന്ന ദൈവം ഇങ്ങനെ മിന്നൽ പോലെ ഇടപെടുന്നത് കാണാം. അതാണ് ഞങ്ങൾ കൃപാസനം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലും അകത്ത പേജിലുമൊക്കെ പ്രഥമ പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ, ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ. ചിലർക്ക് പറ്റുന്ന ഒരു ചെറിയൊരു വിഷയം, തുടക്കക്കാർക്ക് മാത്രമേ ഉള്ളൂ. അവർ ഉടമ്പടി എടുക്കും, പക്ഷേ അതിൻ്റെ അത് നമ്മൾ ദൈവത്തോട് ചെയ്യാൻ ഏറ്റ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ മാറ്റിവെക്കും. അപ്പം നമ്മൾ പത്രം കൊടുക്കാൻ താമസിക്കും. രോഗികളെ പോയി കണ്ട് സമാശ്വസിപ്പിക്കുകയോ നമ്മുടെ പങ്ക് അവരുമായി പങ്കുവെക്കുകയോ ചെയ്യത്തില്ല. അവർ കുമ്പസാരിക്കാനൊക്കെ താമസിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ആഴ്ച 2-3 സാക്ഷ്യങ്ങൾ വന്നു. ഇതുപോലെയൊക്കെ അവർ താമസിക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ ദൈവം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ദൈവം കൃത്യമായിട്ട് ആ സംഭവം ചെയ്യും. നമ്മളിങ്ങനെ പത്രം കൊടുക്കാതെയും അല്ലെങ്കിൽ അതിൻ്റെ ഉടമ്പടി ജീവിത രീതികൾ അനുസരിച്ച് ലൈഫ് കൺവേർട്ട് ചെയ്യാതെയുമൊക്കെ ഇരുന്നാലും ദൈവം അത് കൃത്യമായിട്ട് ചെയ്യണത് കാണാം. അതിൻ്റെ കാരണം അത് വാഗ്ദാനങ്ങളിലുള്ളതാണ്. ഇത് വെച്ച് നിങ്ങൾ ദൈവത്തെ മുതലെടുക്കാൻ പറയുകയല്ല. ദൈവം അതിൻ്റെ വാഗ്ദാന നടപടി പ്രകാരമേ വാഗ്ദാനം അനുസരിച്ച് പോകത്തുള്ളൂ. സ്കീമുണ്ട് അതിൻ്റെ. എന്താണ് എൻ്റെ സ്കീം? എന്താണ്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, അല്ലേ? അതാണ് എൻ്റെ സ്കീം. ഇപ്പം നമ്മൾ അവിശ്വസ്ത കാണിച്ചാലും ദൈവം നമ്മളോട് അതനുസരിച്ച് കാണിക്കത്തില്ല. ദൈവം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് കാവ്യ, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ മാസം 22-ാം തീയതിയാണ്. അതിന് മെയ് മാസം മുമ്പ് അമ്മ 18-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 2023 മുതൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 2 തവണ ഞാൻ ടെൽക്ക് എക്സാം എഴുതിയെങ്കിലും എനിക്കത് പാസ്സാവാൻ സാധിച്ചില്ല. ആ സമയത്താണ് എൻ്റെ അച്ഛയ്ക്കൊരു ഓപ്പറേഷൻ വരികയും അങ്ങനെ ഞങ്ങൾ ആകെ സങ്കടത്തിലായിരുന്ന സമയത്താണ് എൻ്റെ അമ്മയോട് ഒരു ചേച്ചി, വീടിനടുത്തുള്ളൊരു ചേച്ചി പറയുന്നത്, കൃപാസനമുണ്ട്, അവിടെ പോയി നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ജർമ്മൻ പത്രം കൃപാസനത്തിലേക്ക് കിട്ടുകയും ഞാനത് വായിക്കുകയും ഞാൻ ഓരോ വാക്കുകൾ അതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരണമെന്നോ ഉടമ്പടി എടുക്കണമെന്നോ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവരെ പോലെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും 0 ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിറ്റേ മാസം എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് എനിക്ക് ഗോയിത്തയിൽ 4 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി.
ഞാൻ ബ്ലെസ്സിങ്ങിനായിട്ട് ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തു. എക്സാമിനായിട്ട് ഞാൻ പോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശ് രൂപം വെച്ചാണ് ഞാൻ എക്സാമിന് കയറുകയും ചെയ്തത്. ചെന്ന് എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 4 എക്സാമും കഴിഞ്ഞു. എനിക്ക് സ്പീക്കിങ് ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഏത് എക്സാം തോറ്റാലും സ്പീക്കിംഗ് എന്തായാലും ഞാൻ ജയിക്കുമെന്ന് ഞാൻ അച്ഛയോടും അമ്മയോടും ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു. പക്ഷേ 30 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഞാൻ സ്പീക്കിങ്ങിന് തോറ്റുപോവുകയും എനിക്ക് റൈറ്റിംഗ് ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് അത് കഴിഞ്ഞ് എനിക്ക് ഒന്നും കൂടെ ഡേറ്റ് കിട്ടി. കൊച്ചിയിലായിരുന്നു ഡേറ്റ് കിട്ടിയത്. ഉച്ച കഴിഞ്ഞായിരുന്നു എനിക്ക് എക്സാം. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി ഞാൻ പോയത് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എല്ലാ പിള്ളേരും ഓരോ 2 ടൈലാണുള്ളത്. ആ 2 ടൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എക്സാമിന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ മെറിറ്റിൽ എനിക്ക് ഒന്നും വേണ്ട, നിൻ്റെ ഗ്രേസിൽ എനിക്ക് തന്നാൽ മതി, എനിക്ക് അങ്ങനെ പാസ്സായാൽ മതി എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പേരൊക്കെ വിളിച്ച് ഓരോ കസേരയിലിരുത്തി. അപ്പം അന്ന് വരെ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ എൻ്റെ അസീസിൽ നിന്നുള്ള ഒരു കുട്ടികളെയും ഞാൻ അവിടെ എക്സാമിന് ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്സ് എന്നോട് പറയുകയാണ്. ഡിസ്കഷൻ ഇന്ന ടോപ്പിക്ക് റെഫർ ചെയ്തായിരുന്നോ, തേമ ഇന്നത് പറഞ്ഞായിരുന്നോ എന്നൊക്കെ എന്നോട് ഈ കൊച്ച് ചോദിച്ചു. അപ്പോൾ ആ കൊച്ച് പറഞ്ഞ തേമയെല്ലാം ഞാൻ ഏകദേശം നോക്കിയിട്ടുണ്ടെങ്കിലും ഈ കൊച്ച് പറഞ്ഞ ടോപ്പിക്കായി ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ഞാനിത് നോക്കിയിട്ടില്ല, ബാക്കി എല്ലാം തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഇത് ഞാൻ നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനോട് പറഞ്ഞു, ഇതൊക്കെയാണ് പോസിറ്റീവ് വശങ്ങൾ, ഇതൊക്കെയാണ് നെഗറ്റീവ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് ഈ കൊച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവ് വശം കുറച്ച് എനിക്കറിയാം, എന്തായാലും നെഗറ്റീവ് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഈ കൊച്ചിനെ ആദ്യം എക്സാമിനോട് വിളിച്ച് പ്രിപ്പറേഷൻ ഹാളിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് എൻ്റെയും എൻ്റെ പാർട്ട്ണറിനെയും വിളിച്ചു. ഞങ്ങൾ എക്സാമിന് പോയി. ഞാൻ ആ എക്സാമിന് കയറി അവിടെ പ്രിപ്പറേഷൻ ഹാളിൽ ഇരുന്നപ്പോഴത്തേക്കും ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഏത് ടോപ്പിക്കാണോ എന്നോട് പറഞ്ഞു തന്നു ആ ടോപ്പിക്കായിരുന്നു എനിക്ക് ഡിസ്കഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. മാതാവ് ഇത് വന്ന് പറഞ്ഞു തന്ന പോലെയായിരുന്നു ആ ടോപ്പിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ 15 മിനിറ്റത്തെ എക്സാം പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഹാളിലോട്ട് എക്സാമിലെ റൂമിലോട്ട് 2 എക്സാമിനേഴ്സും ലേഡീസ് ആയിരുന്നു. അവർ നല്ല കൂളായിട്ട്, ഞങ്ങൾക്കൊരു എക്സാം മൂഡല്ലായിരുന്നു അവിടെ അവർ ഞങ്ങൾക്ക് തന്നു. പേരൊക്കെ ചോദിച്ച് നല്ല കൂളായിട്ട് അവർ ഞങ്ങൾക്ക് എക്സാം നടത്തി. ഫസ്റ്റത്തെ ടൈലായ തേമ പ്രസൻറ്റേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് ആരാദ്യം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നോ അവർക്ക് ഇഷ്ടമുള്ള വശം നമുക്കത് ആ ടോപ്പിക്കിൻ്റെ പോസിറ്റീവ് വശം പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് വശം പറയാം. അപ്പോൾ ആ കൊച്ച് വേഗം തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ കൊച്ച് വേഗം പോസിറ്റീവ് വശമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് പറയാൻ തുടങ്ങി. ഞാനപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി, ഈ പരീക്ഷ ഞാൻ ഇനി ജയിക്കുകയില്ല, എനിക്കത് ഉറപ്പാണ്, അപ്പം നീ തന്നെ ഇടപെടണം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആ എക്സാമിന് പറയാം, സ്റ്റോപ്പ് ദി എക്സാം എന്ന് പറഞ്ഞു. എക്സാമിന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറയാം, ഇങ്ങനെയല്ല എക്സാം തുടങ്ങേണ്ടത്, കാവ്യ പോസിറ്റീവ് വശം പറയാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പോസിറ്റീവ് വശം പറയാനും ആ എക്സാം ഒരു തടസ്സവും കൂടാതെ നല്ല രീതിക്ക് എനിക്ക് പറയാനും പറ്റി. അപ്പം ഞാൻ മാതാവിനോട് വീട്ടിൽ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ്, ഈ എക്സാം എനിക്ക് തോറ്റാലും എനിക്ക് വിഷമമില്ല, പക്ഷെ നിൻ്റെ പ്രസൻസ് എനിക്കവിടെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം 100-ൽ 60 മാർക്ക് വേണം എക്സാം പാസ്സാവാനും. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് 160 മാർക്ക് മതിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് 100-ൽ 77 മാർക്കോടെ എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി സ്പീക്കിങ്. അത് കഴിഞ്ഞ് 2 മൊഡ്യൂൾ വെച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു. ഓരോ പിള്ളേർക്കും ഇൻ്റർവ്യൂ ഇന്ന ആഴ്ച വരും, നാളെ അടുത്ത ആഴ്ച വരും, അങ്ങനെ പറയുന്നതിലും എൻ്റെ പേരും കൊടുക്കും. പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂവും വരുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാർച്ച് 28-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവർക്കും നീ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, എനിക്കും അതുപോലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ വരുമ്പം ഞാൻ എന്നും എൻ്റെ പാസ്പോർട്ട് ഇവിടെ വെച്ച് മാതാവേ ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നതെന്ന് ഞാൻ മാതാവിൻ്റെ എന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന്. എന്നിട്ട് മാർച്ച് 20 എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മ, എന്താണ് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലല്ലോ, എന്നെ പറ്റി ഇതെന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയും, 20 ആയുള്ളൂ, 28 ആവാൻ ഇനിയും ദിവസമുണ്ട്, നീ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം കാരുണ്യപ്രവർത്തിക്കായിട്ട് ഞാൻ അവിടെ ഒരു ഓർഫണേജിൽ ഒരു ഓൾഡേജ് ഹോമും കൂടി ഉണ്ട്, മരിയ സദന എന്ന് പറഞ്ഞ പാലായിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ അവിടെ ചെന്നതേ ഉള്ളൂ, എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വരികയാണ്, നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു. അത് മാർച്ച് 25-ാം തീയതി ആയിരുന്നു. അതൊരു തിങ്കളാഴ്ചയായിട്ട് വന്നു.
പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ ചൊവ്വാഴ്ച. ഞാൻ അവിടെ നിന്നു കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്തു. ആ അമ്മമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ എല്ലാ കാര്യം ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യവും ചെയ്തിട്ട് ഞാൻ അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതിരുന്ന എൻ്റെ ലാപ്ടോപ്പ് അന്ന് തലേദിവസം ഞാൻ ഇൻ്റർവ്യൂ ലാപ്ടോപ്പിൽ കൂടാൻ വിചാരിച്ച് എടുത്തു നോക്കിയപ്പം എൻ്റെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആണ്, അത് ഓൺ ആവുന്നില്ല. അങ്ങനെ ഞാൻ ഷോറൂം ഇത് കടയിൽ കൊണ്ടേ കൊടുത്തു. അവർ പറഞ്ഞു ഞാൻ വേറൊരു ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വേറെ ലാപ്ടോപ്പ് തരാം, അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം മുമ്പേ ഓണാക്കി വെച്ചാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഞാൻ കൂടിക്കോളാം, എൻ്റെ കൂടെ എൻ്റെ മാതാവ് എനിക്കിത് തരും, അതുകൊണ്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ 1:30 തുടങ്ങുന്ന ഇൻ്റർവ്യൂവിന് ഞാൻ 12 മണിയായപ്പോൾ ലാപ്ടോപ്പ് ഓണാക്കി വെച്ച് അതിനകത്ത് ഞാൻ ഉപ്പും തൈലും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി നീലത്തിരിയും പച്ചത്തിരിയും കതിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിനിരുന്നു. എനിക്ക് ചൊവ്വാഴ്ച ദിവസം കറക്റ്റ് 2:30 ആയപ്പം എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിൽ ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. ഓൺലൈനിൽ കയറി അവരെന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, എത്ര മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു എന്തോ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് അവർ തന്നെ മറുപടി എന്നോട് പറയുമായിരുന്നു. കാവ്യ നീ ഇതാണോ ഉദ്ദേശിച്ചത് എന്നാണ് അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പം അമ്മ താഴത്തെ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ വന്ന് പറഞ്ഞു, അമ്മ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ, അവർ നമ്മളോട് ഇങ്ങോട്ടാണ് ചോദ്യം ചോദിച്ച് ഇങ്ങോട്ട് മറുപടി പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് അത്രയും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഞാൻ ഓടി വന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ നിനക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതി, എനിക്കിത് അർഹതയുണ്ടെങ്കിൽ മാതാവ് എനിക്ക് തരിക, അല്ലെങ്കിൽ എനിക്ക് ഒരു സങ്കടമില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു 4 മണി ആവുന്നതിന് മുമ്പ് തന്നെ, ഒരു 4 മണി 5 മണി ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോണിലോട്ട് മെയിൽ വരികയാണ്, കാവ്യ നിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നീ ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു 4 മൊഡ്യൂൾ കിട്ടാതെ നിനക്ക് കോൺട്രാക്റ്റ് ഞങ്ങൾ അയച്ചു തരികയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒന്നിലേ നീ 4 മൊഡ്യൂൾ തരണം, അല്ലെങ്കിൽ 2 ഇപ്പം എനിക്ക് 2 മൊഡ്യൂളുള്ളൂ, അത് വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്, അപ്പോൾ എനിക്കിനി കോൺട്രാക്റ്റ് എനിക്ക് കിട്ടുകയില്ലല്ലോ മാതാവേ, മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടന്നോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ തന്ന്, അതായത് ഏപ്രിൽ മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും എനിക്ക് അവിടെ താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റും കൂടെ എനിക്ക് അയച്ചു കിട്ടി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു വിസയ്ക്ക് വെച്ചോളാൻ പറഞ്ഞു. വിസയ്ക്ക് വെച്ച് ഇപ്പോൾ വിസയ്ക്ക് ഭയങ്കര ഡേറ്റ് കിട്ടാനൊക്കെ ഒത്തിരി താമസമാണ്. ജൂൺ മാസത്തിൽ എനിക്കൊരു ഡേറ്റ് കിട്ടി, പക്ഷേ അതാണെങ്കിൽ കാറ്റഗറി വേറെ ആയതുകൊണ്ട് അത് ക്യാൻസലായി പോയായിരുന്നു. എന്നിട്ട് ഞാൻ 3 മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 1,00,000 രൂപയും 70,000 രൂപയും ഒക്കെ കൊടുത്താലേ ഡേറ്റ് കിട്ടുകയുള്ളെന്ന് എന്നോട് ഓരോ ഏജൻറ്റുമാർ മാറി മാറി പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ്, അച്ഛനും അമ്മയും അന്നന്ന് ജോലിക്ക് പോയിട്ട് കൊണ്ടിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്, ഞങ്ങൾക്ക് 1,00,000 രൂപ വെച്ച് എന്തായാലും ഒരു ഏജൻറ്റിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് എടുക്കാനുള്ളതില്ല, മാതാവേ നീ തന്നെ ഞങ്ങൾക്ക് തന്നാൽ മതി. വേറൊരു ഏജൻറ്റ് പറഞ്ഞു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ, കൂടിപ്പോയി 50,000 രൂപയ്ക്ക് വരെ ഞങ്ങൾക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾക്ക് അത്രയും എത്തിയല്ലോ, അപ്പോൾ അതും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് അവിടെ ബാംഗ്ലൂർ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാം, അവിടെ നമുക്ക് എപ്പോൾ അപ്രൂവൽ ലെറ്റർ കിട്ടുന്നോ അങ്ങനെ കിട്ടിയാലേ നമുക്ക് അതായത് വിസയ്ക്ക് വെക്കാൻ പോകാൻ പറ്റുള്ളൂ. ഒക്ടോബർ 28 എന്ന് പറഞ്ഞ ഡേറ്റിന് നമുക്ക് ഡേറ്റ് എടുത്തിടാം, അപ്രൂവലായി കിട്ടിയാൽ കാവ്യക്ക് വിസയ്ക്ക് വെക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് അപ്പോൾ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമില്ല 50,000 രൂപയാണെന്നും പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ജപമാല റാലിയാണ് ഒക്ടോബർ 26-ാം തീയതി, ഞാൻ റാലിക്ക് ഞാൻ പങ്കെടുക്കും, എൻ്റെ കുടുംബത്തും ഞാൻ പങ്കെടുക്കും, പക്ഷേ അപ്പോൾ നീ എനിക്ക് ആ അപ്രൂവൽ ഒന്ന് ആക്കി തന്നാൽ മതി മാതാവേ. അപ്പോൾ ജപമാല റാലി കഴിഞ്ഞിട്ടായിരുന്നു VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് എന്തായാലും മാതാവ് എനിക്ക് അപ്രൂവലാക്കി തരും എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ ഒക്ടോബർ 13-ാം തീയതി ഞാൻ ഉടമ്പടി എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. അതിനു മുമ്പ് എല്ലാ ദിവസവും എനിക്ക് പാലായിൽ നിന്നൊരു ബസ്സുണ്ട്, 8:30 ആകുമ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വരും. പക്ഷേ അന്ന് മാത്രം എനിക്ക് ആ ബസ് മിസ്സായി. അങ്ങനെ ഞാൻ കോട്ടയത്ത് ചെന്നിട്ടാണ് ചേർത്തലയ്ക്ക് ബസ് കയറുന്നത്. അപ്പോൾ ഒരു ചേച്ചി കണ്ടക്ടറിനോട് ചോദിക്കുകയാണ് കൃപാസനത്തിലോട്ട് പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി കണ്ടക്ടർ പറഞ്ഞു ഇല്ല ചേർത്തലയിൽ ചെന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ കൃപാസനത്തിലോട്ട് പോകുന്ന, ചേച്ചി ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ കയറിയതും ക്ലാസ് അറ്റൻഡ് ചെയ്തതും എല്ലാം ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി അവിടെ പുതുക്കുന്നിടത്ത് സീൽ ചെയ്യാൻ പോയപ്പം അവിടെ ഒരു സാറ് എല്ലാവർക്കും ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നത്, അവിടെ ക്ലാപ്പ് ഫില്ല് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണല്ലോ, അപ്പോൾ എനിക്കൊരു ക്ലാപ്പ് ഫില്ല് ചെയ്യാൻ അങ്ങനെയൊന്നും എനിക്കില്ല, അപ്പോൾ അവർക്ക് അത് ഡിസ്റ്റർബ് ആകും, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ അപ്പുറത്ത് മാറി നിന്നു. എന്നിട്ടും എനിക്ക് എന്തോ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്, എനിക്ക് ആ സാറിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. എന്നിട്ട് ഞാൻ വന്നു, ഞാൻ മാതാവിന് സമർപ്പിച്ചു, മാതാവേ
എനിക്ക് ഈ സാറിൻ്റെ അടുത്തൊന്ന് ചെല്ലണം, കാരണം ഈ സാർ എനിക്ക് പറഞ്ഞു തരണം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്താണ് ഇത് താമസിക്കുന്നത്, അങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ഒന്ന് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ സാറിൻ്റെ അടുത്ത് വന്നു നിന്നു. ടെൻഷനോടെയാണ് ഞാൻ നിന്നതെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സാർ എൻ്റെ നിയോഗ പേപ്പർ മേടിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് എൻ്റെ VFS എൻ്റെ കോൺട്രാക്റ്റ് അല്ല എനിക്ക് കിട്ടി, എനിക്ക് വിസയുടെ അപ്പോയിൻമെൻറ്റ് മാത്രം കിട്ടുന്നില്ല. ഞാൻ ജോസഫസിനെ വന്ന് അതിന് 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് കാണുകയൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ എനിക്കത് താമസിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫസിന് ഇവിടെ നമുക്ക് ആൾക്കാരെ നിൽക്കുമ്പം നമ്മുടെ കയ്യിലൊരു കുരിശ് തരും. അതേപോലത്തെ ഒരു കുരിശ് ആ സാറിൻ്റെ ബാഗിൽ നിന്ന് എടുത്തുനിന്ന് എൻ്റെ നിയോഗ പേപ്പറിൻ്റെ മേളിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അതിനോട് ഏശയ പ്രവാചകൻ്റെ ഒരു വചനം പറഞ്ഞ് ആ സാറ് പ്രാർത്ഥിച്ചു. കണ്ണടച്ചതിന് ശക്തമായിട്ട് ആ സാറ് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ പകുതി ടെൻഷൻ എനിക്ക് അവിടെ മാറി. എന്നിട്ട് സാറ് പറഞ്ഞു, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി നിൻ്റെ പ്രാർത്ഥന പോലെയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തിരിയെല്ലാം മേടിച്ചു. അപ്പോൾ അവിടെ ഒത്തിരി തിരക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞാൻ 5ാമത്തെ പുതുക്കലാണ് ഞാൻ പുതുക്കുന്നത്. ഈ 5 തവണ ഞാൻ എഴുതി ജർമ്മനിക്ക് പോകണം, എനിക്ക് ഈ വർഷം തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ എഴുതുന്നില്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. ഇനി ഞാൻ പുതുക്കുമ്പം ഇനി ഈ നിയോഗം ഞാൻ എഴുതുകയില്ല മാതാവേ, ഇത് നിനക്ക് ഞാൻ സമർപ്പിച്ചു. ഇനി നിൻ്റെ ഹിതം എന്താണോ അത് എനിക്ക് നടത്തി തന്നാൽ മതി. ഞാൻ ഈ നിയോഗം ഇനി ഞാൻ എഴുതുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് പറഞ്ഞു, മാതാവേ നിനക്ക് ഞാൻ സമർപ്പിച്ചിട്ട് ഞാൻ അവിടെ പോയി ഉടമ്പടി പുതുക്കുന്നിടത്ത് നിന്നപ്പം അവിടെ നിൽക്കുന്ന ചേച്ചി 5 ടോക്കൺ ഇങ്ങനെ തന്നു. എന്നോട് പറഞ്ഞു, മോൾ ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്നത് മാതാവിനെയാണ്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, ഇത് മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഞാനും ആ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഒപ്പം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. 3 മണിയാവാറെ ഞങ്ങൾക്ക് ബസ് അവിടെ നിന്നുള്ളതുകൊണ്ട് ഞാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് നിന്നപ്പോഴത്തേക്കും എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു, മോനെ ഒരു OTP വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മേഡം എനിക്കൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ നിൻ്റെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടുന്ന് സങ്കടപ്പെട്ടു പോകാൻ എനിക്ക് പറ്റരുത്, അമ്മ കാത്തോണമെന്ന് പറഞ്ഞു. ഞാൻ ബസ്സേ കയറി. ഇവിടുന്ന് ഇടയാടെന്ന് പറഞ്ഞ സ്ഥലം പോലും എത്തിയില്ല. അതിനു മുമ്പ് എൻ്റെ ഏജൻറ്റ് വിളിച്ചു, മോനെ അപ്രൂവൽ ആവാതിരുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്രൂവലായി, നമുക്ക് ഒക്ടോബർ 28-ാം തീയതി നമുക്ക് വിസയ്ക്ക് വെക്കാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ അപ്രൂവലായി. അപ്പോൾ എല്ലാവരും അച്ഛയും അമ്മയും പറഞ്ഞു, ഇത് മാതാവ് തന്നു തന്നെയാണ്, നിനക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പം അവിടെ നിന്ന് ഒന്നും കൂടെ വിളിച്ചു, മോനെ നമുക്ക് ഒക്ടോബർ 28 വരെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല, നമുക്കൊരു ഒക്ടോബർ 16-ാം തീയതി തന്നെ നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യും. ഞാനിവിടെ പുതുക്കാൻ വന്നത് ഒക്ടോബർ 13-ാം തീയതിയാണ്. അന്ന് തന്നെ എനിക്ക് ഒക്ടോബർ 16-ാം തീയതി ബാംഗ്ലൂരിൽ എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം, എൻ്റെ അച്ഛൻ പോയിട്ടില്ല, ഞങ്ങൾ ആരും തന്നെ പോയിട്ടില്ല. എങ്ങനെ ബുക്ക് ചെയ്യുന്നു, എങ്ങനെ ബസ് ബുക്ക് ചെയ്യുന്നു, എങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യണമെന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ചേച്ചി പറയാം, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ബുക്ക് ചെയ്ത് തരാം, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്, ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വന്ന പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. ആ ചേച്ചി എനിക്കും എൻ്റെ അച്ഛയ്ക്കും ബാംഗ്ലൂർ പോകാനുള്ള പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്തു തന്നു. ആ ചേച്ചി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇന്ന് പോലും അറിയാത്ത, ഇത്രയും നാൾ ഞാൻ കാണാത്ത ചേച്ചി എനിക്ക് എൻ്റെ മാതാവ് കൊണ്ടു തന്നാണ്. ആ ചേച്ചിയുടെ പേര് സുമി എന്നാണ്. ആ ചേച്ചിയുടെ കുടുംബത്തെ ഞാനിപ്പം ഓർക്കുകയാണ്, ഒത്തിരി നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിസയ്ക്ക് ചെന്നു, ബാംഗ്ലൂർ ചെന്നു. ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ച തന്നെ വിസയ്ക്ക് ചെന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂമില്ല. ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഒരാൾക്ക് 1500 രൂപയും 1800 രൂപയും ഒക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അത് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ തപ്പി അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരു ഹോട്ടൽ പോലെ ഇങ്ങനെ റൂം കൊടുക്കുന്നുണ്ടായിരുന്നു, ഫാമിലിക്കായിട്ട് താമസിക്കാൻ പറ്റുന്ന പോലെ. എന്നിട്ട് ഞങ്ങൾ അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ച് നോക്കാം, അവരെന്താ പറയുന്നതെന്ന് നമുക്കറിയാലോ, ഒന്ന് ചോദിച്ച് നോക്കാൻ വേണ്ടി ഞാനും അച്ഛയും കൂടെ അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പം ആ ചേട്ടൻ ഒരു കരിനീല ഒരു ബ്ലൂ കളർ ബനിയനും ഒരു ഷോർട്ട്സൊക്കെ ഇട്ട്, ഇങ്ങനെ പാൻറ്റ് പോലത്തെ ഒരു ഷോർട്ട്സൊക്കെ ഇട്ട് നിൽക്കുന്നു ആ ചേട്ടൻ. എന്നിട്ട് ആ ചേട്ടനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് നാളെ VFSൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ, അപ്പോൾ അതിനുവേണ്ടി വന്നാൽ ഞാനും അച്ഛയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്, 1000 രൂപ തന്നാൽ മതി, നിങ്ങൾ 1000 രൂപ തന്നാൽ നിങ്ങൾ 2 പേരും ഇവിടെ താമസിച്ചോ, നിങ്ങൾക്ക് ഇന്നത്തെ ഫുള്ള് ഭക്ഷണവും നാളെ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ VFSലോട്ട് പോയാൽ മതി എന്ന് ആ ഓണർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ അന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം അന്ന് സ്റ്റേ ചെയ്ത സമയത്ത് ഏജൻറ്റിൽ നിന്ന് വിളിക്കുകയാണ്. അതായത് ഞങ്ങൾ 16-ാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് ചെല്ലുന്നതിലും 15-ാം തീയതി പോയ കൊച്ചിനെ അവിടെ കാറ്റഗറി മാറ്റി വെച്ചതിന് ഒത്തിരി നേരം പിടിച്ചു നിർത്തുകയും അപ്പോൾ എംബസിലോട്ട് കയറ്റാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ മാതാവേ, അവിടെ ഞാൻ തിരിയും നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലും എല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ വിസയുടെ അപ്പോയിൻമെൻറ്റ് ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ജപമാല ഞാൻ ചൊല്ലി. ഞാൻ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ 3 വരെ തിരുവചനങ്ങൾ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പിൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിൻ്റെ ശേഖരം നിനക്ക് ഞാൻ നൽകുന്നു. ഈ വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഇത്രത്തോളം എൻ്റെ മാതാവ് എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ എംബസി കയറും, ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ അവിടെ എംബസി ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ അവരെനിക്ക് എംബസിയിലോട്ട് കയറ്റി വിടുകയും എനിക്ക് വിസയ്ക്ക് വെക്കാൻ ടോക്കൺ നമ്പർ കിട്ടിയത് എനിക്ക് 7 ആയിരുന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു, ഇതെനിക്ക് എൻ്റെ മാതാവ് തന്ന, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി. അപ്പോൾ ഈ 7 എന്നുള്ളത് എനിക്ക് എൻ്റെ മാതാവ് തന്നത് തന്നെയാണ്. അങ്ങനെ ഞാൻ അവരെന്നോട് ചോദിച്ചില്ല എന്തിനാണ് ജർമ്മനിക്ക് പോകുന്നതെന്നോ ഏത് കാറ്റഗറി ആണെന്നോ എന്താണ് അവിടെ ചെന്നിട്ട് ചെയ്യുന്നതെന്നോ ഒന്നും അവരെന്നോട് ചോദിച്ചില്ല. ഞാൻ 10:30 അപ്പോയിൻമെൻറ്റ് വെച്ച് എനിക്ക് സമയം എനിക്ക് 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എല്ലാം വെച്ച് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നിസ്സാര കാര്യത്തിന് വരെ വിസ റിജക്റ്റ് ആകുമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. എൻ്റെ വിസ 15 ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. 30 ദിവസമായി വന്നില്ല. എന്നിട്ട് ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു ഡിസംബർ 20-ാം തീയതി തൊട്ട് എംബസി ക്രിസ്മസ് അവധിക്ക് വേണ്ടി അടക്കിയാണ്, പിന്നെ ജനുവരി കഴിഞ്ഞേ തുറക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ കാവ്യ ഇനി ജനുവരി ആവും വിസ വരണമെങ്കിലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു 15,000 രൂപ തരുവാണെങ്കിൽ നമുക്ക് എംബസിയിലോട്ട് കൊടുക്കാം, അവിടെ അറിയാവുന്ന ഒരാളുണ്ട്, നമുക്കത് വെച്ച് നമുക്ക് പെട്ടെന്ന് വിസ എങ്ങനെയും ആക്കാമെന്ന് കുറേ പിള്ളേരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രത്തോളം എന്നെ എത്തിച്ചത് എൻ്റെ മാതാവാണ്, അമ്മ മാതാവ് തന്നെ എനിക്ക് ഈശോയോട് പറഞ്ഞ് എൻ്റെ വിസ എനിക്ക് വാങ്ങിത്തരും, ഞാൻ കൊടുത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു, ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചനോട് ഞാൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞ 15,000 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്, എന്താ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ആ ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് പോയി. വിസ വന്നില്ല. ഓരോ ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ജനുവരി ആയിക്കഴിഞ്ഞാൽ എംപ്ലോയർ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മാതാവേ, എനിക്ക് ഇത്രത്തോളം എത്തിച്ചത് നീയാന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണം, അതുകൊണ്ട് മാതാവേ നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വ്യാഴാഴ്ച അവിടുന്ന് ഡിസ്പാച്ച് വന്നു. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ എനിക്ക് എൻ്റെ വിസ കിട്ടി. എനിക്ക് ജർമ്മൻകാർ തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞ് അവർ വ്യാഴാഴ്ചത്തിലോട്ട് പ്ലാൻ ചെയ്തെന്നാണ് എനിക്ക് ഇന്നലെ വന്ന മെസ്സേജ്. എനിക്ക് വിസ തന്ന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യം തന്നെ. എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു തവണ എനിക്കൊരു ലംബ് പോലെ വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൈക്ക് ഇങ്ങനെ എന്ത് സാധനം എടുക്കുമ്പോഴെല്ലാം എനിക്കൊരു കട്ടുകഴപ്പായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വേദന. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു മുഴ പോലെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് ആകെ വിഷമമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വരും. വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതെന്ത് അസുഖമാണോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല, ഇതെന്തായാലും ഞാനൊരു ആശുപത്രിയിലും പോവുകയില്ല, ഇതും കൂടി എൻ്റെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു ആശുപത്രിയിലും പോവില്ല, നീ തന്നെ എനിക്കിത് മാറ്റി തന്നാൽ മതി, ഞാൻ എന്നിവിടെ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വരുന്നോ അന്ന് ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. എനിക്കറിയാവുന്ന ഒരു സിസ്റ്ററിനോട് ഞാൻ നേഴ്സാണ് പറഞ്ഞു, മോനെ ഇത് എത്രയും വേഗം നീ കൊണ്ടേ കാണിക്കണം, ഒന്നിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു സർജനെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമത്തിലായി. പക്ഷേ ഇപ്പം എനിക്കതില്ല, എങ്ങനെയാണോ ഒന്നും എനിക്കല്ല, മാതാവിൻ്റെ തൈലം തൂത്ത് മാത്രം മാതാവ് എനിക്കത് മാറ്റിത്തന്നു. ഇത്രത്തോളം എനിക്ക് അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. അതുപോലെ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലായിരുന്നു. എനിക്കൊരു അനിയത്തിയുണ്ട് അംഗൻവാടി പഠിക്കുന്നത്. അപ്പോൾ അനിയത്തി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ആദ്യം ഉണ്ടായിരുന്ന ജോലി അമ്മയ്ക്ക് പോയി. പിന്നെ അമ്മ ഓരോ വീടുകളിലായിരുന്നു ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ 4ാമതൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി, ഞാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനിയത്തിനെയും കൊണ്ട് പോകാൻ പറ്റുന്നൊരു ജോലി. കാരണം വീട്ടിലാരില്ല, അച്ഛമ്മയ്ക്കും വയ്യാത്താണ്. അപ്പം അച്ഛമ്മയുടെ കൈ കൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം കൊച്ചിനെയും കൊണ്ട് പോകാമെന്നും കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റുന്ന പോലത്തെ ഒരു എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു ജോലി കൊടുക്കണം എന്ന് പഠിച്ചു. ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്പെഷ്യൽ സ്കൂളിൽ അവിടുത്തെ വയ്യാത്ത പിള്ളേരെ നോക്കാൻ അമ്മയ്ക്ക് ജോലി കിട്ടി സ്ഥിരമായിട്ട്. ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണേ പോലും അമ്മയുടെ കൊച്ചിനെ കൊടുത്തിട്ട് പോകാം, അമ്മയ്ക്ക് കൊച്ചിനെ അംഗൻവാടിയിൽ വിടാനും എല്ലാം പറ്റുന്ന പോലെ ഒരു ജോലി. അമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാണ് ആ ജോലി ചെയ്യുന്നതിൽ, ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ. ഇത്രത്തോളം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഇവിടെ വരാൻ ശ്രമിക്കുമായിരുന്നു. ഇവിടെ പത്രമാക്കാനൊക്കെ ഞാൻ കൂടുമായിരുന്നു. പത്രം മേടിച്ചിട്ട് അപ്പോൾ ഒരു തവണ ധ്യാനത്തിൽ ഞാൻ കേട്ടു, പെട്രോൾ പോലെ കത്തണമെങ്കിൽ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു.
അങ്ങനെ ഞാൻ എല്ലാ പത്രത്തിൻ്റെ മേലും അമ്മേ മാതാവേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേന്ന് ഞാൻ എഴുതി കൊടുത്തു. അപ്പം പത്രം മേടിക്കുന്ന ഒരാളും അത് നോക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ തന്നെ എല്ലാ പത്രത്തിലും ഞാൻ തന്നെ എഴുതി കൊടുക്കുമായിരുന്നു. ബസ് സ്റ്റോപ്പിലും ഓട്ടോ ചേട്ടന്മാർക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ ഞാൻ കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെയുള്ളൊരു മരിയസ്ഥാനത്തിൽ എല്ലാ ആഴ്ചയും തന്നെ അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും നഖം വെട്ടി കൊടുക്കാനും ഭക്ഷണം വാരി കൊടുക്കാനൊക്കെ ഞാൻ കൂടുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ട് ഒരു കൃപാസന ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് മാസത്തിൽ 2-ാമത്തെ വെള്ളിയാഴ്ച 4-ാമത്തെ വെള്ളിയാഴ്ചയും പൊതിച്ചോറ് കൊടുക്കും. ഞാൻ ഒരു 5 പൊതിച്ചോറെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെയൊക്കെ നേരെ കൈ നീട്ടുന്ന ആരെയും ഞാൻ വിഷമിപ്പിക്കാറില്ലായിരുന്നു. എല്ലാം ഞാൻ അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞാലും മാതാവെ ഞാൻ ഉടമ്പടി തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി.